എവിടെ ആയിരുന്നത്? കൊള്ളാം, തീരെ ഉത്തരവാദിത്തമല്ലാതാവരുത്. 2 മാസമായി, 2 മാസം പൈസയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? അവസാനം കയ്യിരുന്ന പൈസ ഞാൻ പലർക്കും കടം കൊടുത്ത് തീർത്ത്. ഉടായ്പ എന്റെ അടുത്ത് കാണിക്കരുത്. എന്റെ സ്വഭാവം നിനക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് വന്നാൽ കണക്കാക്കണ്ട. ഞാൻ ഇനി ഒരു വരവും കൂടെ വരുന്ന എന്റെ കൂടെ പിള്ളേരുണ്ട്. അവന്മാർ വന്നാൽ പിന്നെ വേറെ വർത്താനം പറിച്ചിലൊന്നും ഉണ്ടാവില്ല. എന്താണ് മാഷേ ഇത്? പൈസ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിച്ചിടത്തില്ല. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന കാണണ്ടേ? ഒരു കറക്കവും വേണ്ട. ഒരു കാര്യം ചെയ്യും, രൂപ 10,000 രൂപ എനിക്ക് തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ ഈ വീട്ടിൽ കയറി ഇരിക്കും. ഇപ്പൊ എനിക്ക് 10,000 രൂപ അതിന്റെ പലിശ തന്നേ പറ്റൂ. അല്ല, അതിപ്പോ നിങ്ങളും കൂടെ ഇടപെട്ട സ്ഥിതി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പൈസ 10,000 രൂപ പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ എങ്ങനെ എടുത്തു തരും? കടോ അവൻ ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞ പൈസയത്. സത്യത്തിൽ നിങ്ങളെ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളെ കാണാത്തോണ്ട് ചെലവായി പോയതാണ്. ഒന്നുമില്ല, ഇത് സത്യം. ലാസ്റ്റ് എനിക്കൊരു 3 മാസത്തെ സമയം കൂടെ തന്നാൽ ഞാൻ പൈസ. 3 മാസോ? എന്റെ സ്വഭാവം മാറ്റിക്കരുത്. 2 കാലം തല്ലി പഠിച്ച് വീട്ടിനകത്ത് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ സംസാരിച്ച ഇതാവൊന്നും വേണ്ട. ഞാനിവിടുത്തെ ചിരട്ടക്കോണം ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ലൈൻമാനാ. ഞാനൊരു 2 ഗഡുക്കളായിട്ട് പൈസ തന്നോളാം. ഉറപ്പാണോ? ഇല്ലെങ്കിൽ ഞാൻ ഒരു വരവ് വരും. അങ്ങോട്ടായിരിക്കത്തില്ല, അങ്ങോട്ടായിരിക്കും. പിന്നെ അവസാനം ജോലി പോയി പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറയരുത്. തരാന്ന് പറഞ്ഞല്ലോ. വേറെ കണ്ടോളാം. എന്തിനാ കാണുന്നത്? അവൻ തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ തരാടാ പൈസ. ഈ പൈസ എന്തായാലും തരും. അളിയാ, നിന്നെ പോലുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള ഗുണ്ടകളെ വളർത്തണം. എന്തൊരു അഹങ്കാരമാണ് അവന് വീട്ടിൽ കയറി വന്നിട്ട് പൈസ ചോദിക്കാൻ. എന്റെ സ്വഭാവം അറിഞ്ഞതാണ് അവന്. അളിയ ഇടപെട്ടുണ്ട്, ഇല്ലെങ്കിൽ കാണായിരുന്നു. ഒരു മനസ്സമാധാനം ഒരു സാധനം വീട്ടിൽ കിട്ടും.